രോഗാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. സിസ്റ്റർ രോഗാവസ്ഥയെക്കുറിച്ച് പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടി ഒന്ന് പറഞ്ഞുതരാം. ഞാൻ സിസ്റ്റർ ആയതിന് ശേഷം 2003-2004 ഞാൻ നേഴ്സിംഗ് പഠിക്കാനായിട്ട് ആന്ധ്രയിൽ പോയി. നേഴ്സിംഗ് പഠിച്ച് 3-ാമത്തെ വർഷം എത്തിയപ്പം എൻ്റെ ഇടത്തെ കണ്ണിൻ്റെ കാഴ്ച പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ അവിടുത്തെ ഒരു ക്ലിനിക്കിൽ പോയി കാണിച്ചു. അപ്പോൾ അവിടുത്തെ പിള്ളേരെല്ലാം ഇങ്ങനെ നേഴ്സിംഗ് പഠിക്കാൻ വന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഞങ്ങൾക്കൊരു അസുഖം, സാറേ ഒരു സർട്ടിഫിക്കറ്റ് എഴുതി തരുമെന്ന് ചോദിച്ചാൽ നമ്മുടെ നാട്ടിൽ വരുന്നൊരു സ്വഭാവമുണ്ട്. അപ്പോൾ സാറ് വിചാരിച്ച് അങ്ങനെയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് സാർ എനിക്കൊരു വൈറ്റമിൻ ടാബ്ലറ്റ് മാത്രം തന്നു വിട്ടു. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ വീണ്ടും ചെന്നിട്ട് പറഞ്ഞു, അല്ല സാറേ ഞങ്ങൾക്ക് അങ്ങനെ പോകാനായിട്ടല്ല, ശരിക്കും കാണുന്നില്ല, അതുകൊണ്ടാണെന്ന് പറഞ്ഞപ്പം അത് ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ സാറിന് മനസ്സിലായി ശരിക്കും കണ്ണിന് കാഴ്ചയില്ല എന്നുള്ള കാര്യം. അപ്പോൾ സാറ് പറഞ്ഞു, അയ്യോ ഇത് എൻ്റെ ഇതിൽ നിൽക്കില്ല, ഞാനൊരു ന്യൂറോയ്ക്ക് റെഫർ ചെയ്യാമെന്ന് പറഞ്ഞു. ന്യൂറോയ്ക്കിൻ്റെ സാറിനെ കാണിച്ചു. അപ്പോൾ സാറ് പറഞ്ഞു, ഈ അസുഖത്തെക്കുറിച്ച് ഞാനും അത്ര കേട്ടിട്ടില്ല, അതുകൊണ്ട് എനിക്കും കൃത്യം അങ്ങോട്ട് അറിയത്തില്ല, എന്നാലും നമുക്ക് എന്തെങ്കിലും ഒരു മരുന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നേഴ്സിംഗ് സ്കൂളിൽ സാറിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു, ഇവിടെ ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടത് നിങ്ങൾ കേരളത്തിൽ തന്നെ പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ നമ്മുടെ ഇവിടെ വന്നു കോഴിക്കോട് മലബാർ ഐ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പം ഡോക്ടറിനെ അറിയത്തില്ല. അപ്പോൾ ഈ ഇഞ്ചക്ഷൻ തന്നെ ഡോക്ടർ എടുത്തു കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു വന്നു. ഞാൻ പിന്നെ നേഴ്സിംഗ് പഠനം പൂർത്തിയാക്കാനായിട്ട് ആന്ധ്രയ്ക്ക് തന്നെ തിരിച്ചു പോയിട്ട് ആന്ധ്ര ചെന്ന് നേഴ്സിംഗ് പഠനം പൂർത്തിയാക്കി ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പ്രൊഫഷണൽ ചോദിച്ചു, ആലുവായിൽ തിയോളജി പഠിക്കാൻ പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാനങ്ങനെ തിയോളജി പഠിക്കാനായിട്ട് ആലുവായിൽ പോയി. ഒരു മാസം കഴിഞ്ഞപ്പം എൻ്റെ കണ്ണിൻ്റെ കാഴ്ച വീണ്ടും പോയി. അപ്പോൾ ഞങ്ങൾ വീണ്ടും തിരിച്ച് കോഴിക്കോട് മലബാർ ഹോസ്പിറ്റലിൽ തന്നെ വന്നു. അപ്പോൾ അവിടുന്ന് സാറ് പറഞ്ഞു, ഒരു MRI സ്കാൻ ചെയ്യാമോ എന്ന് ചോദിച്ചു. അന്ന് MRI ജസ്റ്റ് ഇങ്ങനെ വന്നിട്ടേ ഉള്ളൂ, ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഞങ്ങൾ കോഴിക്കോട് വെച്ച് MRI എടുത്തു കഴിഞ്ഞപ്പോൾ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ആണെന്ന് കണ്ടു. അപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും ഇതെന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ സാറ് പറഞ്ഞു, ഇതിങ്ങനെ ഫോറിൻ കൺട്രിയിലാണ് ഈ അസുഖം ആദ്യമായിട്ട് കാണപ്പെടുന്നത്, ഇവിടെയൊന്നും ഇന്ന് വരെ കണ്ടിട്ടില്ല. അപ്പോൾ മെഡിക്കൽ കോളേജിലെ ഏതെങ്കിലും ന്യൂറോളജിസ്റ്റിൻ്റെ അടുത്ത് ബുക്ക് ചെയ്താൽ മതി, അപ്പം അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് പറഞ്ഞു. എൻ്റെ സാറ് പറഞ്ഞു, ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗം തളർന്നു പോകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു, എൻ്റെ 2 കാലും ഇങ്ങനെ മരച്ചായിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു, മിക്കവാറും അരയ്ക്ക് താഴോട്ടായിരിക്കും തളർന്നു പോകുകയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ച് ഞങ്ങളുടെ പ്രൊഫഷേഴ്സ് ദ്വാരകയെ വന്നു കഴിഞ്ഞപ്പം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ശനിയാഴ്ച രാത്രിയിൽ എന്നെ ഭയങ്കരമായിട്ട് എന്നെ പനിച്ചു. ഭയങ്കര മഴയുള്ളൊരു ദിവസമായിരുന്നു. ഞാൻ അരയ്ക്ക് താഴോട്ട് തളർന്നു പോയി. അപ്പം ഞാൻ മഠത്തിൽ പറഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് തന്നെ എന്നെ എടുത്ത് നമ്മുടെ കൽപ്പറ്റ ഫാത്തിമ ഹോസ്പിറ്റലിൽ എത്തിച്ചു. അവിടുന്ന് ഡോക്ടർ പറഞ്ഞു, അയ്യോ ഇത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഈ അസുഖം ഞങ്ങൾ കേട്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് അവർ പറഞ്ഞു, നേരം വെളുക്കുന്നോടം വരെ ഇവിടെ കിടത്താവോ എന്ന് ചോദിച്ചാൽ എന്നെ അവിടെ കിടത്തിയിട്ട് നേരം വെളുത്ത് കഴിഞ്ഞപ്പോൾ എന്നെ കോഴിക്കോട് നാഷണൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഞാൻ അവിടെ ഇങ്ങനെ ഒരാഴ്ച കിടന്നു, ഇഞ്ചക്ഷൻ ഇങ്ങനെ എടുത്തു. അപ്പോൾ ഞാൻ അരയ്ക്ക് താഴോട്ട് തളർന്നാണ് കിടക്കുന്നത്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ കോമ സ്റ്റേജിലായി. അപ്പോൾ പിന്നെ അവിടുന്ന് അവർ പറഞ്ഞു, ഇനി ഒന്നും ചെയ്യാനില്ല, അതുകൊണ്ട് നിങ്ങൾ വേറെ എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അവരവിടുന്ന് എന്നെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. ബേബിയിൽ ഞാൻ ICU കടന്നു കഴിഞ്ഞപ്പോൾ കോഴിക്കോടുള്ള എല്ലാ ഡോക്ടേഴ്സും എന്നെ ഇങ്ങനെ പഠിച്ചു. അപ്പോൾ അവരവസാനം തല ഓപ്പൺ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ഫിസിഷ്യൻ പറഞ്ഞു, 24 മണിക്കൂർ നോക്കിയിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എൻ്റെ ബോധം തിരിച്ചു വന്നു. പിന്നെ ICUന്ന് പുറത്ത് വന്നു. പിന്നെ ഞാൻ അങ്ങനെ കുറേ നാളിങ്ങനെ ഇടയ്ക്ക് അവിടെ പോകും, ഫിസിയോതെറാപ്പി ചെയ്യും, അങ്ങനെ മെല്ലെ പിടിച്ച് നടക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്നെ ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. പിന്നെ ഒരു ഡോൺ ബോസ്കോയിലെ ഒരു ജോയി അച്ഛൻ എന്നെ NLP എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അതിലെനിക്ക് എൻ്റെ കണ്ണിൻ്റെ കാഴ്ച എനിക്ക് തിരിച്ചു കിട്ടി. അത് കഴിഞ്ഞ് ഇന്ന് വരെ കണ്ണിൻ്റെ കാഴ്ച പോയിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ബത്തേരി കോൺവെൻറ്റിലായിരുന്ന സമയത്ത് വെല്ലൂർ പോയിട്ട് 2 അച്ഛന്മാരാ വഴി വന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഇത്രയും ചെറുതല്ലേ, ഇതിനെ വെല്ലൂർ ഹോസ്പിറ്റലൊന്നും കൊണ്ടുപോയി കാണിച്ചു നോക്കാൻ പറഞ്ഞു. അപ്പോഴാണ് നമ്മൾ വെല്ലൂർ ഹോസ്പിറ്റലിനെ കുറിച്ച് കേൾക്കുന്നത്. അങ്ങനെ എന്നെ വെല്ലൂർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞ് അവിടെ 1 മാസം എന്നെ അഡ്മിറ്റാക്കി. ഡോക്ടേഴ്സ് എല്ലാ ചെക്കപ്പും നടത്തിയിട്ട് പറഞ്ഞു, ഇത് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് തന്നെയാണ്, ഇതിന് ശരിക്കും ഒരു മരുന്നില്ല, ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടില്ല, തൽക്കാലം ഞങ്ങൾ ഏൽപ്പിച്ച് നടത്താൻ വേണ്ടി ഞങ്ങൾ മരുന്ന് ചെയ്യാമെന്നും പറഞ്ഞ് അവരവിടുന്ന് എന്നെ ഇഞ്ചക്ഷൻ ഇങ്ങനെ ചെയ്തു. അങ്ങനെ ആ ഇഞ്ചക്ഷൻ ചെയ്ത് പിന്നെ ഞാൻ ഇങ്ങനെ നടക്കും, പിടിച്ച് നടക്കും, വേറൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആ ഇതിലെത്തിച്ചു. ഇപ്പോഴും അവിടുന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യും. സിസ്റ്റർ ഇപ്പോൾ എടുക്കുന്ന ട്രീറ്റ്മെൻ്റ് ഒക്കെ എന്തൊക്കെയാണെന്ന് പറയാമോ? ഇപ്പോൾ നിലവിൽ സിസ്റ്റർ എടുക്കുന്നത്? നിലവിലിപ്പം ഡെയിലി എല്ലാ ദിവസവും ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട്.
പിന്നെ 6 മാസം കൂടുമ്പോൾ ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്. പിന്നെ ഡെയിലി ടാബ്ലറ്റ് ഉണ്ട്. 6 മാസം കൂടുമ്പോൾ ഡോക്ടറെ കാണാൻ വേണ്ടി പോകും, വെല്ലൂർക്ക് പോകും. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇത്ര സന്തോഷത്തോടെ ഈശോയ്ക്ക് വേണ്ടി ഇങ്ങനെ ഓരോ ദിവസവും തീക്ഷ്ണതയോടെ പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട്, വേല ചെയ്യാൻ വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടൊക്കെ സിസ്റ്ററിന്റെ മനസ്സിന് ശക്തി തരുന്നത്, ശക്തി എവിടുന്ന് ലഭിക്കുന്നതെന്ന് ഞങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമോ? ഒന്ന് വിശുദ്ധ കുർബാനയിൽ നിന്ന്, ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാറുണ്ട്. വിശുദ്ധ കുർബാനയിൽ നിന്ന് എനിക്ക് ശക്തി കിട്ടും. പിന്നെ പരിശുദ്ധ അമ്മയോട് ഞാൻ ഇന്നും പ്രാർത്ഥിക്കും, കൊന്ത കിട്ടും. അതൊക്കെയാണ് എൻ്റെ ശക്തി. കുഞ്ഞിലെ തൊട്ടേ സിസ്റ്റർ ഇങ്ങനെ ഒരു മരിയ ഭക്തയാണോ? കുഞ്ഞിലെ തൊട്ടേ ജപമാലയിലും വിശുദ്ധ കുർബാനയോടൊക്കെ ഭക്തിയിലൊക്കെയാണോ വളർന്നു വന്നത്? ഞാനൊരു 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് ഞങ്ങൾ എല്ലാ ദിവസവും പള്ളിയിൽ പോകുമായിരുന്നു. ഡെയിലി കുർബാനയ്ക്ക് പോകുമായിരുന്നു. ഒറ്റ ദിവസം പോലും മുടക്കിയിട്ടില്ല. ഞങ്ങളങ്ങനെയാണ് ജീവിച്ചു വന്നത്. ഞങ്ങൾ പിള്ളേർ 3 പേരും അങ്ങനെയായിരുന്നു. ഞങ്ങൾ 3 പെൺപിള്ളേരാണ്. 3 പെൺപിള്ളേർ സിസ്റ്റേഴ്സാണ്. പിന്നെ ഒരു ആങ്ങളേ ഉള്ളൂ. ആങ്ങളെ കല്യാണം കഴിച്ചു, പിള്ളേരും ഉണ്ട്, അതും വീട്ടിലുണ്ട്. ചാച്ചൻ മരിച്ചുപോയി, പിന്നെ അമ്മച്ചിയുണ്ട്. കുഞ്ഞിലെ തൊട്ടേ ഒരു സിസ്റ്റർ ആവണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ സിസ്റ്റർക്ക് ഉണ്ടായിരുന്നു. 3 പേര് ഒരു വീട്ടിൽ നിന്ന് മഠത്തിൽ ചേരുവാന്നൊക്കെ പറയുമ്പോഴത്തേനും ഒത്തിരി ബുദ്ധിമുട്ടാണ് ഇന്നത്തെ കാലത്ത് ചിന്തിക്കുമ്പോഴത്തേനും. അപ്പോൾ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമോ? ഞാൻ പറഞ്ഞു, ഞങ്ങൾ 3 പേരും, ഞങ്ങൾ 4 പിള്ളേരും ഞങ്ങൾ എല്ലാ ദിവസവും ഡെയിലി പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നവരാണ്. പിന്നെ ഞങ്ങളായിരുന്നു അൾത്താരയിൽ റോസപ്പൂ, ഞങ്ങളുടെ വീട്ടിൽ കുറേ റോസപ്പൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളായിരുന്നു പൂവെല്ലാം കൊണ്ടുപോയി കൊടുക്കുന്നത് അൾത്താര അലങ്കരിക്കാനായിട്ട്. അപ്പോൾ ചെറുപ്പം തൊട്ടേ ഞങ്ങളെ മാതാപിതാക്കളൊരു ഈശോയുടെ ഭക്തിയിലാണ് ഇങ്ങനെ വളർത്തിക്കൊണ്ട് വന്നത്. അപ്പോൾ തൊട്ട് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു പള്ളിയിലെ സിസ്റ്റേഴ്സിനെയൊക്കെ കാണുമ്പോൾ ഇങ്ങനെ സിസ്റ്ററാകണം, ഈശോയെ കൂടുതൽ സ്നേഹിക്കണം. അങ്ങനെ പിന്നെ ആദ്യം ചേച്ചി പോയി, അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പോയി, അത് കഴിഞ്ഞ് പിന്നെ ആങ്ങളെയായിരുന്നു. അവന് പോകത്തില്ലല്ലോ, ഒറ്റയല്ലേ. അതിന് കുറേ കഴിഞ്ഞപ്പോൾ അനീത്തിനെ വിടിയല്ലാന്ന് പറഞ്ഞു. എല്ലാവരും അങ്ങനെ പോകണ്ട അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ അനീത്തി പറഞ്ഞ് ഞാൻ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ചാച്ചൻ മരിച്ചു ആ സമയത്ത്. അപ്പോഴും അവൾ പറഞ്ഞ് ഞാൻ പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ആങ്ങൾ പറഞ്ഞു ഞാൻ വിടില്ല എന്ന് പറഞ്ഞു. അന്നേരം പള്ളിയിലെ അച്ഛൻ പറഞ്ഞു, എടാ നീ വിട്, ഇനി അവൾ കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറ്റി കഴിഞ്ഞിട്ട് അന്ന് ഞാൻ സിസ്റ്ററാകാൻ പോകാമെന്ന് പറഞ്ഞാലേ, എന്നിട്ട് നിങ്ങൾ എന്നെ വിട്ടില്ലല്ലോ എന്ന് പറയില്ല, അവൾക്ക് അത് ഇഷ്ടമാണ് വിടാൻ പറഞ്ഞു. അങ്ങനെ അവൾ സിസ്റ്ററാകാൻ വേണ്ടി പോയി.